Hello friends, we are going to the next chapter. And then Gandhi came by Jawaharlal Nehru. വളരെ നാടകീയമായ ഒരു തലക്കെട്ടാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം, പിന്നീട് ഗാന്ധിജി വന്നു എന്ന ഒരു നാടകീയമായ തലക്കെട്ടാണ് ഈ ചാപ്റ്ററിനുള്ളത്. ഒബ്വിയസ്ലി വി ആർ ഷുവർ ദാറ്റ് ദിസ് ചാപ്റ്റർ ഈസ് ഓൺ ഗാന്ധി ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ദിസ് ചാപ്റ്റർ ഈസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. ദിസ് ഈസ് എ പാസേജ് ഫ്രം ഡിസ്കവറി ഓഫ് ഇന്ത്യ, the famous book by ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് നമ്മുടെ ദേശീയ നേതാവായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു കുറിപ്പാണ് ഈ ചാപ്റ്ററായിട്ട് വരുന്നത്. ഗാന്ധിജി വാസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ ലീഡർ. ഓക്കെ, ഹി വാസ് എ സ്പിരിച്വൽ ലീഡർ, ഹി വാസ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. ഓക്കെ, ഹി വാസ് എ ലീഡർ ഓഫ് ദ മാസസ്. അങ്ങനെ പലതുമായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ we still remember what Albert Einstein has said about Gandhi. He said that generations to come will find it hard to believe that such a man in flesh and blood lived on earth. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ, ഗാന്ധിജിയെപ്പോലെ ഒരു മനുഷ്യൻ രക്തവും മാംസവുമായി നമ്മെപ്പോലെയെല്ലാം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ വിശ്വസിക്കാൻ പ്രയാസപ്പെടും എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഗാന്ധിജി ഒരു പ്രചോദനമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ കാരണം? ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ദറ്റ് ഗാന്ധി ഈസ് സ്റ്റിൽ ഹാവിങ് ഓൺ അവർ പീപ്പിൾ? ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ക്രീഡ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, എല്ലാ തരത്തിലും പെട്ട, എല്ലാ പ്രായത്തിലും പെട്ട, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഗാന്ധിജി ഒരു പ്രചോദനമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ കാരണം? ഇപ്പോൾ ഒരു സാധാരണ തലത്തിലുള്ള ഒരു അവലോകനം എന്നുള്ളതിനേക്കാൾ ഉപരി ഗാന്ധിജിയെ വളരെ അടുത്തു നിന്ന് കാണുകയും ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കുകയും ഗാന്ധിജിയാൽ തന്നെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുത്തുകയും ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വളരെ വസ്തുനിഷ്ഠമായ, ഒബ്ജക്റ്റീവായ ഒരു പഠനമാണ് ഈ ചാപ്റ്ററിൽ നടത്തുന്നത്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ മെനി റീസൺസ്. ഒന്ന്, ദിസ് ഈസ് റിട്ടൺ ബൈ നെഹ്റു ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഇംഗ്ലീഷ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ. നെഹ്റുവിൻ്റെ വളരെ സുന്ദരമായ ഇംഗ്ലീഷ് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഈ ചാപ്റ്ററിലുണ്ട്. രണ്ടാമത്, ദിസ് ഈസ് ഗിവിങ് അസ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഇൻ ടു സം ക്രൂഷ്യൽ പീരിയഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യ ചരിത്രത്തിലെ വളരെ നിർണായകമായ ചില സന്ദർഭങ്ങളിലേക്ക് ഈ ചാപ്റ്റർ വെളിച്ചം വീശുന്നുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, ഇറ്റ് ഈസ് ഗിവിങ് അസ് എ ക്ലോസർ ലുക്ക് അറ്റ് ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെയും കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചകൾ ഈ ലേഖനം നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയെ വളരെ വസ്തുനിഷ്ഠമായി, ഒബ്ജക്റ്റീവായി കാണുവാനുള്ള ഒരു അവസരം നമുക്ക് ഈ ലേഖനം തരുന്നു. അതുകൊണ്ട് ഇറ്റ് റിക്വയേഴ്സ് ക്ലോസ് റീഡിങ്, ആഴത്തിലുള്ള ആവർത്തിച്ചുള്ള വായന ഈ ഒരു ചാപ്റ്റർ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് പരീക്ഷയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും ഇത് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ്. വി ഗോ ടു ദ ചാപ്റ്റർ വിത്തൗട്ട് ഫർദർ ഇൻട്രൊഡക്ഷൻ ആൻഡ് വി വിൽ എക്സ്പ്ലെയിൻ തിങ്സ് ആസ് വി ഗോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് എ ഡ്രമാറ്റിക് കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഇൻ ഫാക്ട് ഈസ് എ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ പാസേജ്. ഈ പാസേജിലെ ഒരു വരിയാണ് ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി എപ്പോൾ വന്നു, ഗാന്ധിജി എവിടേക്ക് വന്നു, ഗാന്ധിജി എന്തിനു വന്നു, ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം, വളരെ റെലവൻ്റായ, പ്രസക്തമായ നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം ഈ ചാപ്റ്റർ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ദിസ് ചാപ്റ്റർ ഈസ് basically set on the year in which the First World War has entered. ഓക്കെ, 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോകമഹായുദ്ധ കാലത്തിന് തൊട്ട് പിറകെ ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും
സാമൂഹിക മാറ്റങ്ങളും ആ മാറ്റത്തിലേക്ക് ഗാന്ധിജി എങ്ങനെ ഒരു ചാലകശക്തിയായി, ഒരു ചേഞ്ചിങ് ഫോഴ്സായി വന്നു എന്നുള്ളതുമാണ് ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. Okay, we go to this and go to the first paragraph of the chapter. And then Gandhi came. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. Okay, India was not a party to the First World War. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ ഔദ്യോഗികമായി ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ ദ വാർ തിങ്സ് വുഡ് ചേഞ്ച് വാസ് എ കൈൻഡ് ഓഫ് പ്രോമിസ് ദാറ്റ് വാസ് ഓഫേർഡ് ബൈ ദ ബ്രിട്ടീഷ്. അപ്പോൾ യുദ്ധാനന്തരം ഇന്ത്യയോടും ഇന്ത്യക്കാരോടുമുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്ന് ബ്രിട്ടൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നത് നമ്മുടെ ദേശീയ നേതൃത്വം വിശ്വസിക്കുകയും അങ്ങനെ ഇന്ത്യയെയും ബ്രിട്ടൻ്റെ പക്ഷത്തു നിന്ന് ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് അനുവദിക്കുകയുമാണ് ചെയ്തത്. സോ ഇന്ത്യ ഫോട്ട് പാർട്ടി വിത്ത് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ, ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ എൻറ്റഡ് ഇൻ 1918. ബട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ തിങ്സ് ഡിഡിൻ ചേഞ്ച്. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു. അതിനുശേഷവും ബ്രിട്ടന് ഇന്ത്യയോടുള്ള സമീപനത്തിൽ മാറ്റങ്ങളുണ്ടായില്ല. ഇന്ത്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് അനുകൂലമായി ചെയ്ത എല്ലാ സേവനങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ബ്രിട്ടൻ അതിൻ്റെ കൊളോണിയൽ ആധിപത്യ നടപടികളും ചൂഷണങ്ങളും തുടർന്നു പോവുകയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് വേൾഡ് വാർ I ended at last, and the peace which was ensued from the First World War, instead of bringing us relief and progress. This peace after the war did not bring India relief and progress and development. It brought us repressive legislation, oppressive legislation. Okay, and martial law, Patala Bharanam, the rule of the army in the Punjab. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്തെങ്കിലും നേട്ടം ഇന്ത്യക്ക് ഉണ്ടാവുന്നതിന് പകരം പഞ്ചാബിൽ പട്ടാള ഭരണവും അടിച്ചമർത്തലിൻ്റെ ഭരണവുമാണ് ഉണ്ടായത്. ഓക്കെ, ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. A bitter sense of humiliation and a passionate anger filled our people. And humiliation means insult, അപമാനം. Okay, and a passionate anger, an intense anger. അപ്പോൾ ഈ അപമാനവും ക്രോധവുമായിരുന്നു ബ്രിട്ടൻ്റെ ഈ ഒരു നടപടിയിൽ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. The people of India felt insulted and they were really angry at what Britain had done to them. The British rulers had done to them after the First World War. They broke their promise and they didn't keep their word, and the people of India felt that they were cheated. Okay, we had become a derelict nation. A derelict means exploited, cheated. Okay, exploited a nation. And yet what could we do? We were a leaderless nation. We were a guidance-less nation. So we could do nothing. How to change this vicious process, dangerous process, okay, cruelsome process. ഈ ഒരു ദൂഷിത വൃത്തത്തിൽ നിന്നും നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാൻ കഴിയും? ഇന്ത്യക്ക് അതിന് കഴിയുമായിരുന്നില്ല. We seemed to be helpless in the grip of some all-powerful monster. The country of India felt like being grabbed by some monstrous spirit, some terrific monster. ഏതോ ഒരു രാക്ഷസൻ്റെ കരങ്ങളിൽ അകപ്പെട്ടതുപോലെയാണ് അക്കാലത്തെ രാഷ്ട്രീയ ഇന്ത്യക്ക് സ്വയം തോന്നിയത്. ഓക്കെ, and we seemed to be helpless in the grip of some all-powerful monster. Our limbs were paralyzed. LIMBS, limbs means hands and legs. They were paralyzed, they were stiff. നമ്മുടെ കൈകാലുകൾ മരവിച്ചു, രാഷ്ട്രത്തിൻ്റെ അംഗങ്ങൾ മരവിച്ചു. And our minds deadened. We felt that our minds were dead. നമ്മുടെ മനസ്സുകൾ മരിച്ചു. Okay, large numbers of people cut off from the land
and incapable of any kind of manual or technical work, joined the swelling army of the unemployed, and helpless and hopeless, sank ever deeper into this morass. This is specifically speaking about the people who returned from the war. യുദ്ധാനന്തരം മടങ്ങി വന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ, തൊഴിലില്ലാത്തവരായ, ഗതിയില്ലാത്തവരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ, okay, they joined the ever increasing army of the poor people, the helpless people. Okay, so sank deeper into the morass. Into the morass means a boggy land, ചതുപ്പ്. ഓക്കെ, ദാരിദ്ര്യത്തിൻ്റെയും സഹായരാഹിത്യത്തിൻ്റെയും ഓക്കെ നിസ്സഹായതയുടെയും ഒരു ചതുപ്പിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ the people who returned from the war felt. They did not know where to look, for neither the old nor the new offered them any hope. This is an important line. The people of India at that time, especially the people who came back from the war, did not know in which direction to look. Because the old India, the traditional India, did not offer them any guidance at that time. And the new India was equally hopeless. ഇന്ത്യയുടെ ഭൂതകാലത്തേക്കോ അല്ലെങ്കിൽ വർത്തമാനകാലത്തിലേക്കോ നോക്കി പ്രചോദനം ഉൾക്കൊള്ളാനായി അക്കാലത്തെ ഇന്ത്യയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും ചൂഷണത്തിൻ്റെയും ഒരു അന്തരീക്ഷത്തിലാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയും ഇന്ത്യയിലെ പൊതുസമൂഹവും പുലർന്നത് എന്ന് നെഹ്റു പറയുന്നു. ഓക്കെ, വി കണ്ടിന്യൂ. വാട്ട് കുഡ് വി ഡു? We couldn't do anything. As a nation, we couldn't do anything. And how could we pull India out of this quagmire of poverty and defeatism? Is there any way in which we could pull India out of this quagmire? Okay, marsh, trap, ചതുപ്പ്, കെണി. How could we pull India from this trap of poverty and defeatism? Defeatism is a sense of failure, പരാജയബോധം. Okay, the sense of cynicism. Not for a few years of excitement and agony and suspense. These are the years of the war. Excitement, agony and suspense. Okay, ഉദ്വേഗം, ആകാംക്ഷ, ഇതൊക്കെ നിറഞ്ഞ യുദ്ധത്തിൻ്റെ ഈ വർഷങ്ങളിൽ മാത്രമല്ല ഇന്ത്യ ബ്രിട്ടനെ സഹായിച്ചിരുന്നത്. ബ്രിട്ടൻ ഇന്ത്യയിലുണ്ടായിരുന്ന അത്രയും കാലം ഇന്ത്യക്കാർ ബ്രിട്ടനെ ഉപചരിക്കുക തന്നെയായിരുന്നു, സഹായിക്കുക തന്നെയായിരുന്നു. അപ്പോൾ അത് യുദ്ധകാലത്ത് മാത്രമല്ല ബ്രിട്ടനെ ഇന്ത്യ സഹായിച്ചിരുന്നത്. എന്നിട്ടും ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്, തലമുറകളോളം അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. ഇന്ത്യ ഓഫേർഡ് ബ്ലഡ് ആൻഡ് ടോയിൽ, അവരുടെ രക്തവും കഠിനാധ്വാനവും, മീൻസ് ദെയർ ബോഡി ആൻഡ് ദെയർ സോൾ, ആൻഡ് ടിയേഴ്സ് ആൻഡ് ദെയർ സ്വെറ്റ്, കണ്ണുനീർത്തുള്ളികളും വിയർപ്പും ഒരുപോലെ ബ്രിട്ടന് വേണ്ടി ത്യാഗം ചെയ്തവരായിരുന്നു ഇന്ത്യക്കാർ. പക്ഷേ ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൻ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. This process of surrendering to Britain, what you call servitude, means ദാസ്യ മനോഭാവം. And this attitude of servitude had eaten into the soul of India. ഇന്ത്യയുടെ ആത്മാവിലേക്ക് അത് ഇറങ്ങിച്ചെന്നിരുന്നു. അതുകൊണ്ട് poisoning every aspect of our life. This attitude has in fact poisoned every aspect of our life. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും ഈ ഒരു ദാസ്യ മനോഭാവം, ഈ ഒരു നിസ്സഹായതാ മനോഭാവം ബാധിച്ചിരുന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഈ സമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ദിസ് ഈസ് റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ, ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഡ്രമാറ്റിക് ആൻ ഇവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റീസെൻറ്റ് ഇന്ത്യ. He was like a powerful current of fresh air that made us stretch ourselves and take a deep breath. Gandhi blew into this country like a gush of fresh air,
ഓക്കെ, പുതിയ ശ്വാസത്തിൻ്റെ, പുതിയ ആ, മാറ്റത്തിൻ്റെ ഒരു കാറ്റായാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വീശിയത്. ഓക്കെ, ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ്ഡ് ദ ഡാർക്ക്നെസ് ആൻഡ് റിമൂവ്ഡ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. ഹി കെയിം ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. ഒരു തീക്ഷ്ണമായ പ്രകാശരശ്മി പോലെ കടന്നു വരികയും ഇറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ് ഫ്രം അവർ ഐസ്. ലൈക്ക് എ വേൾവിൻഡ്, ഒരു ചുഴലിക്കാറ്റ് പോലെ. ഓക്കെ, ലൈക്ക് എ വേൾവിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്, ആൻഡ് വെൻ എ വേൾവിൻഡ് കംസ് ഇറ്റ് അപ്സെറ്റ്സ്, ഇറ്റ് അപ്റൂട്ട്സ്, ഇറ്റ് ചേഞ്ചസ് മെനി തിങ്സ് വെർ എവർ ഇറ്റ് ബ്ലോസ്. ഗാന്ധിജി ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പ്രകാശകിരണം പോലെ, ഓക്കെ, ഒരു പുതുശ്വാസം പോലെ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ like many things, but most of all the working of the people's minds. This is important. What he has affected most is the working of people's minds. The working of people's minds. This is very important. And throughout this essay, Jawaharlal Nehru is trying to underline this factor. Gandhi's influence on India and on the people of India was primarily, basically psychological. മനഃശാസ്ത്രപരമായ ഒരു സ്വാധീനവും ഒരു നേതൃത്വവുമാണ് ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളുടെ മുകളിൽ ചെലുത്തിയത്. അത് അധികാരത്തിൻ്റെതായിരുന്നില്ല, മനഃശാസ്ത്രപരമായ ഒരു നേതൃത്വമായിരുന്നു. ഓക്കെ, ലൈക്ക് ദ വർക്കിംഗ് ഓഫ് ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. Now, he did not dissent from the top. This is important. Usually leaders are descending from the top, coming down from the top. Dissent means come down from the top. മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന ഒരു നേതാവായിരുന്നില്ല ഗാന്ധി. പിന്നെയോ, he seemed to emerge from the millions of India speaking their language. Instead, he emerged from the people of India, from the masses of India. ഇന്ത്യയിലെ ജനകോടികളിൽ നിന്നും ഉയർന്നു വന്ന നേതാവായിട്ടാണ് ഗാന്ധിജി കാണപ്പെട്ടത്. Okay, this is a brilliant introduction to what Jawaharlal Nehru has to speak. So please remember these three things. One, the background. After the First World War, Britain has gone back from the promises it made before the war, and India felt cheated and exploited. One. Two, the situation at that time was quite horrible because masses of people were unemployed and they were stricken by poverty. Okay, and three, it is at that time that Gandhi has come into Indian politics, and he has come like a beam of light, okay, strong light, and like a whirlwind and like a gush of fresh air, he has come into this country and he has impacted the minds of the people of this country. ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിനെയാണ്, മനഃശാസ്ത്രപരമായാണ് ഗാന്ധിജിയുടെ വരവ് സ്വാധീനിച്ചത്. Okay, we continue in the next class.